ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു വിശിഷ്ടമായ ഒരു അടിപൊളി അച്ചാറാണ് ഇടാൻ പോകുന്നത്. എന്തച്ചാറാണ് കേൾക്കണ്ടേ? നമ്മുടെ ഇറച്ചി അച്ചാർ. അപ്പോൾ അതിന് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. ശേഷം അതൊക്കെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു മണത്തിന് നമുക്ക് ഇത്തിരി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നല്ല ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ഇറച്ചി എടുത്ത് നമ്മൾ ചട്ടിക്ക് ഇടാം. ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷമാണ് നമ്മുടെ ഇറച്ചി അച്ചാർ ഇടുന്നത്. തീ നല്ല ലോങ് ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇറച്ചി ഫ്രൈ ആയി വരേണ്ടത്. നമുക്ക് ആ എണ്ണയിൽ തന്നെ ചൂടോടുകൂടി ഒരു കോരി എടുക്കാം. എന്നിട്ട് എണ്ണ നന്നായിട്ട് വാർന്നതിന് ശേഷമാണ് നമ്മൾ അച്ചാർ ഇടുന്നത് കേട്ടോ. ഇത് പൊരിച്ചത് ഇങ്ങനെ എടുക്കുകയാണ് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി അച്ചാറിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യം ഒരു പാൻ എടുക്കുക. അത് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി കറിവേപ്പിൻ ഇല ഇട്ട് കൊടുക്കാം. ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചട്ടി വെച്ചേക്കുന്നത് ലോങ് ഫ്ലെയിമിൽ തന്നെയാണ്. ഇനി നമ്മൾ അടുത്തതായി ഇതിലേക്ക് എടുക്കാൻ പോകുന്നത് പിക്കിൾ പൗഡറാണ്. നമ്മുടെ പിക്കിൾ പൗഡറിന് അത്യാവശ്യം നല്ല മണം കിട്ടും. നമുക്കിതിലേക്ക് പിക്കിൾ പൗഡർ ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടി. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇപ്പം തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിലേക്ക്. നമുക്ക് ഇത്തിരി ലേശം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നാളെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഇറച്ചി നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് മിക്സാക്കി കൊടുക്കണം. നമുക്ക് മിക്സാക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ഇറച്ചി അച്ചാർ ഇതാ ഇവിടെ തയ്യാറായി ഇരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിൽ മാത്രമാണ്. ശേഷം ചെറിയ അളവിലൊന്ന് മിക്സാക്കി കൊടുക്കാം. വെരി സൂപ്പർ. നമുക്ക് നമ്മുടെ സ്വന്തം ഇറച്ചി അച്ചാർ ഒരു ബൗളിലേക്ക് മാറ്റി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ